السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയം നിറഞ്ഞ മിനിങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടുത്തെ മദ്ഹുകൾ പറയാനും പാടാനും ഒക്കെ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, 3 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം എത്തിച്ചവനായി എന്നാണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത്, അല്ലാഹുവും റസൂലും അല്ലാത്ത മറ്റു എല്ലാ വസ്തുക്കളെക്കാളും അല്ലാഹുവും റസൂലും അവന് ഏറ്റവും പിരിശമുള്ളതായി മാറിയാൽ, ഇഷ്ടമുള്ളതായി മാറിയാൽ അവൻ ഈമാനിന്റെ മാധുര്യം എത്തിച്ചവനാണ് എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുമായിട്ടുള്ള സമീപനത്തിൽ നബിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നാണ്. ഹിജ്റ പോകുന്ന സമയത്ത് നബിയുടെ മുമ്പിൽ നടക്കും, നബിയുടെ ബാക്കിൽ നടക്കും, നബിയുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത്, ഇങ്ങനെ നബിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് നബിയെ ചുറ്റിക്കൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുവല്ലോ, അല്ലയോ അബൂബക്കർ എന്നവരെ, പേടിയുണ്ടോ? പേടിയുണ്ട് നബിയെ. സ്വന്തം ശരീരത്തിലല്ല, അങ്ങയുടെ ശരീരത്തിൽ വല്ലതും ഏറ്റുപോകുമോ, വല്ല അപകടവും സംഭവിക്കുമോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടിച്ചപ്പോ, നബി രോഗബാധിതനായിട്ട് കിടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു വസാറനി ഫശുഫീതു മിൻ നദിരി ഇലൈഹി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, മരിളൽ ഹബീബു ഫസുർതുഹു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു